ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ചെക്കൻ കാണൽ ഒരുക്കങ്ങളാണ്. പെണ്ണ് കാണൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഒരുക്കങ്ങളാണ് കേട്ടോ. അമ്മയ്ക്ക് സാരി വാങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് കാര്യങ്ങൾ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എൻ്റെ മെറ്റീരിയൽ, ഡ്രസ്സിനുള്ള മെറ്റീരിയൽ, കാര്യങ്ങൾ, ബീഡ്സൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് സാരി നോക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ ടാസ്ക്കുള്ള പരിപാടി. കുറേ എണ്ണത്തൊന്ന് തിരഞ്ഞെടുക്കണമല്ലോ. അപ്പം നമ്മൾ കുറേ നോക്കി ലാസ്റ്റ് ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് അത് വാങ്ങിച്ചു. അവിടുന്ന് നമ്മൾ അടുത്ത് പോയത് പരാഗ് ഫാഷൻസിലേക്കാണ് കേട്ടോ. അവിടെ പോയി നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ, എനിക്ക് വെയർ ചെയ്യാനുള്ള ഡ്രസ്സിൻ്റെ ക്ലോത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടുന്ന് നമ്മൾ ക്ലോത്ത് കളക്ട് ചെയ്തു. പിന്നെ കുറച്ച് ബീഡ്സ് കാര്യങ്ങൾ, ആ കളറിലേക്കുള്ള കുറച്ച് ബീഡ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും വാങ്ങി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്തൊരു ദിവസമാണ് കേട്ടോ ഏട്ടന് ഷർട്ടൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു. നമ്മൾ ഷർട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. എൻ്റെ ഫ്രണ്ടാണ്, നിശാന്ത് ഏട്ടനാണത്. ഫ്രണ്ട് എന്ന് പറയുന്ന കുറഞ്ഞു പോകും, കൂടപ്പുറപ്പ് എന്ന് തന്നെ വേണം പറയാം. ഏത് പാതിരയ്ക്ക് എന്തിനു വിളിച്ചാലും ഓടി വരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. നമ്മൾ ഷർട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏട്ടന് ചപ്പൽ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ കുറേ നേരത്തെ തെരച്ചിലിനൊടുവിൽ ഒരെണ്ണം ഇഷ്ടമായി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി അടുത്തൊരു ദിവസമാണ്. അങ്ങനെ കുറേ ദിവസത്തെ പാട്ടുകൾ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് ഹാമ്പേഴ്സ് കാര്യങ്ങൾ, അതായത് എനിക്ക് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയുള്ള ഹാമ്പർ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. പക്ഷേ ഏട്ടനറിയില്ല അത് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഏട്ടന് കൊടുക്കാനുള്ള ഹാമ്പേഴ്സ് കാര്യങ്ങളാണ്. ഞാൻ അല്ലാതെ ചെയ്യുമ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് പോലെ അന്ന് കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് കൂടെ വന്നതാണ്. ഞാൻ കുറച്ച് ഹാമ്പേഴ്സ് കാര്യങ്ങളും ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. കാരണം അവരവിടുന്ന് വന്ന സമയത്ത് ഒരുപാട് പെണ്ണുകാണൽ ടൈമിൽ വന്ന സമയത്ത് ഒരുപാട് ഐറ്റംസും കൊണ്ടാണ് വന്നത്. ഒരു 8-9 ഡ്രസ്സ്, ചുരിദാർ, മോഡേൺ വേഴ്സ്, പിന്നെ ചപ്പൽ, സ്വീറ്റ്സ്, എന്താ പറയുക, ബേക്കറീസ്, ഒരുപാട് ഐറ്റംസുമായിട്ടാണ് വന്നത്. അപ്പം പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഏട്ടന് ഗിഫ്റ്റ് ചെയ്യണമല്ലോ. സാധാരണ ചെക്കൻ കാണലിന് പോകുമ്പോൾ ഗിഫ്റ്റുകൾ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ കൊടുക്കാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല, അത്രയും നമുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടന് അറിയില്ല അപ്പോഴും അത് ഏട്ടന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ വാങ്ങിയിട്ട് എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷേ അറിയില്ല. ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഏട്ടനൊരു ഷൂ പിന്നെ ഒരു ബൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. സ്വീറ്റ്സ് കാര്യങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കൊടുക്കില്ല. ഇങ്ങോട്ട് വരുമ്പോഴാണ് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവർ തരിക. നമ്മൾ അങ്ങോട്ടേക്ക് വീട് കാണാൻ പോകുമ്പോൾ കൊടുക്കില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്ലവറിന് വേണ്ട, ബൊക്കയ്ക്ക് വേണ്ട ഫ്ലവറും പിന്നെ ഷൂ ഇടാനുള്ള ഹാമ്പറും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞാനത് വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. ഇനി എന്നാൽ നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. ഞാനത് ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്ത് വെച്ചതിൽ കുറച്ച് മെയിൻ്റെനൻസ് വർക്കും കൂടെ ഉണ്ട്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളൊരു ഡ്രസ്സല്ല. സിമ്പിളായിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ചെയ്തതല്ല. പെട്ടെന്നുള്ളൊരു ഫങ്ഷനായിരുന്നു പോകണം എന്നുള്ളത്. അത് സാധാരണ പെൺകുട്ടികൾ പോവാറുള്ള ഇപ്പോൾ പോകാറുണ്ട്. അതുകൊണ്ട് പെട്ടെന്നാണ് ഞാനും കൂടെ പോകാമെന്നുള്ളൊരു ടോക്ക് വന്നത്. അപ്പോഴത്തേക്കും വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ വേഗം ഇടിപിടിന്ന് സെറ്റ് ചെയ്ത് എടുത്തതാണ്. ഒരുപാട് എഫേർട്ട് അതിലേക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. പെട്ടെന്ന് തീരുന്ന ഒരു മോഡൽ സെലക്ട് ചെയ്തു, ഡിസൈൻ ചെയ്തു, ഞാൻ അതിലേക്ക് അങ്ങ് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലുക്ക് കേട്ടോ. ലാസ്റ്റ് ഒരു ലുക്ക് എന്ന് പറയണത്. നമുക്ക് എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനേക്ക് ഗ്രാൻഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് ഈ പെണ്ണ് കാണലിന് ഇതിന് സിമ്പിൾ ആയിട്ട് അതെല്ലാം ഇപ്പോൾ ഈ 2 ഫംഗ്ഷൻ ആണെങ്കിലും വളരെ കുറഞ്ഞ് വീട്ടിലുള്ളവർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ള ഫംഗ്ഷനാണ്. അവരിങ്ങോട്ടാണെങ്കിലും അങ്ങനെയാണ്, ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് എന്താ പറയുക, വേണ്ടപ്പെട്ട വീട്ടിലുള്ള ആൾക്കാർ മാത്രം, 1-2 ഫ്രണ്ട്സ് അങ്ങനെ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലങ്ങ് ഒതുക്കി.
അങ്ങനെ എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ ഡ്രസ്സിൻ്റെ പണികളെല്ലാം അത് നേരത്തെ തന്നെ അവിടെ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നടക്കപ്പോറതാണ് യുദ്ധം. 3 സാരി ഡ്രാപ്പ് ചെയ്യാനുണ്ട്. നമ്മളത് എന്താ പറയുക, അമ്മേൻ്റെ സാരി, അമ്മമ്മേൻ്റെ സാരി, അച്ഛമ്മേൻ്റെ സാരി 3ഉം ഡ്രാപ്പ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. അതാണ് വലിയൊരു പ്രോസസ്സ്. നമ്മളിപ്പോൾ ഉള്ളത് ഫ്ലാറ്റിലാണ് കേട്ടോ. ഫ്ലാറ്റിൽ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നിട്ട് വേണം നമുക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സാരി ഡ്രാപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിതൊക്കെ ചെയ്യണമെങ്കിൽ കൂടുതൽ എന്താ പറയുക, സാധനങ്ങളും ഒക്കെ ഉള്ളത് നമുക്ക് ഫ്ലാറ്റിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെയ്തിട്ട് എല്ലാം കളക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അമ്മേൻ്റെ സാരി ഓൾമോസ്റ്റ് കഴിയാറായി. ഭയങ്കര പാടുള്ളൊരു പ്രോസസ്സാണ്. എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയാണ്. അമ്മമ്മയ്ക്കും അച്ഛമ്മയ്ക്കും സാരി ഡ്രാപ്പ് ചെയ്യണമെന്ന് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഡ്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയാണ്, ഓൾമോസ്റ്റ് ഒരു വൃത്തിയിൽ നിൽക്കും. അവർ എടുത്തു കൊടുക്കുന്ന സമയത്ത് അതിന് കുറേ പോരായ്മകളുണ്ടാകും. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നല്ലൊരു ഫങ്ഷനാണല്ലോ, അപ്പോൾ അങ്ങനെ ഡ്രാപ്പ് ചെയ്ത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അവർ സാരി ഇവരെ വീട്ടിലുള്ള ആരും എടുക്കാമെന്ന് പറഞ്ഞാലും ഇഷ്ടമല്ലേ പോലും ഞാൻ ഡ്രാപ്പ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. വേഗം എടുത്ത് ഉടുത്ത് മേല് വേഗം വെച്ച് 2-3 പിന്ന് കുത്തിയാൽ പരിപാടി കഴിഞ്ഞു. കുറേ ടൈം അതിന് സ്പെൻഡ് ചെയ്യണ്ട. പിന്നെ രാവിലെ 2 പേരെ 3 പേരെ സാരി ഉടുപ്പിച്ച് നമ്മൾ ഇറക്കുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് ടൈമാവും. അതുകൊണ്ട് തലേന്ന് ചെയ്ത് വെച്ചാൽ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു എന്നാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 1 മണി ആവാറായിട്ടുണ്ട്. അച്ഛനും അമ്മയും കിടന്നു. ഞാൻ അതും കൂടെ ചെയ്ത് വെച്ച് എല്ലാം എടുത്ത് വെച്ചിട്ട് വേണം എനിക്ക് കിടക്കാൻ. നമ്മളിത് സൺഡേ ആണ് അങ്ങോട്ടേക്ക് പോണത്. ഇത് ഫ്രൈഡേ ആണ് കേട്ടോ, ഫ്രൈഡേ നൈറ്റാണ്. സാറ്റർഡേ എനിക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ എടുക്കാനും പോകാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്ന് നൈറ്റ് മാത്രമേ ഫ്രീ ആവുള്ളൂ. അതുകൊണ്ട് അന്നാണെങ്കിലും നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ വിചാരിച്ചു അതിൻ്റെ ഒരു ദിവസം മുന്നേ ഈ പണികളൊക്കെ തീർത്ത് വെച്ചാൽ ഫ്രീ ആവുമല്ലോ. അങ്ങനെ അതവിടെ കഴിഞ്ഞിട്ടുണ്ട്, സാരിയുടെ പരിപാടികളൊക്കെ. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അമ്മ ഒരു ജസ്റ്റ് ട്രയൽ നോക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ റെൻറ്റിന് കൊടുക്കുന്ന ഓർണമെൻറ്റ്സ് എല്ലാം നമ്മളുള്ളത് ഫ്ലാറ്റിലാണ്. അപ്പം നമ്മൾ എല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വീട്ടിലേക്ക് പോവുമല്ലോ. അപ്പം അതൊക്കെ ഓൾമോസ്റ്റ് ഏതാണ് ചേരുക എന്നൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് നോക്കി എടുത്ത് വെച്ചിട്ട് വേണം പോകാൻ. അല്ലാണ്ട് നമ്മൾ പിന്നെയും ഫ്ലാറ്റിലേക്ക് പോകാനാവില്ല. എല്ലാം എടുത്ത് പോവുകയാണെങ്കിൽ അതാണല്ലോ സുഖം. കാരണം ഇങ്ങനത്തെ ഐറ്റംസ്, ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങൾ, ബീഡ്സ് കാര്യങ്ങൾ, വർക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമ്മൾ ഫ്ലാറ്റിലാണ് വെക്കാറുള്ളത്. അങ്ങനെ അമ്മ ട്രയൽ നോക്കി ഒരെണ്ണത്തിൽ ലാസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസമായിട്ടോ, ശനിയാഴ്ചയാണ്. ഞാൻ രാവിലെ തന്നെ ക്ലാസ് കാര്യങ്ങളോ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ ക്ലാസ് കാര്യങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തി ഫ്രഷായി. ഇനി നമുക്ക് ഉള്ള പണി എന്ന് പറയുന്നത് ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യുക, ബൊക്കെ ഉണ്ടാക്കുക, അതാണ് നമ്മുടെ പണി എന്ന് പറയണത്. നമുക്ക് ആദ്യം ബൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഒറിജിനൽ ഫ്ലവർ വാങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒറിജിനൽ ഫ്ലവർ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്നും തന്നെ കിട്ടില്ല, ജിപ്സോ ഒന്നും തന്നെ കിട്ടില്ല. ലാസ്റ്റ് ഞാൻ പോയിട്ട് പ്ലാസ്റ്റിക് ഫ്ലവർ വാങ്ങിച്ചുകൊണ്ട് വന്നു, ബൊക്കെ ഉണ്ടാക്കാനുള്ള ഷീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. നമുക്ക് ബൊക്കെ ഉണ്ടാക്കാം. ഏത് മോഡലാക്കും? നമ്മൾ ഇത്ര ആക്കിയിട്ടുണ്ട്, കുറച്ച് പണിയും കൂടെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒക്കെയും കൂടെ ചെയ്തിട്ട് കാണാം. നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ റിബൺ നോക്കിയിട്ട് സെറ്റാണ്. ശരിക്കിത് ഒറിജിനൽ ഫ്ലവറിൽ ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ എവിടെയും കിട്ടാറില്ലെന്നേ. ജിപ്സവും റോസ്കോ വെച്ചിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അപ്പം തൽക്കാലം നമ്മൾ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മഴയും കാര്യങ്ങളൊക്കെ സീസൺ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫ്ലവേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല, ജിപ്സം വരുന്നില്ല, ഒന്നും വരുന്നില്ല. ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഫൈനൽ ലുക്കിലേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാമ്പർലെസ് ഷൂ സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. നമുക്കെന്നാൽ അത് സെറ്റ് ചെയ്യാം. അതും ഈ ഒരു ബൊക്കെ
ഷൂ ആണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. സാധാരണ ചക്കൻ കാണലിന് പോകുമ്പോൾ നമ്മൾ ഒന്നും തന്നെ ആരും കൊടുക്കാറില്ല, ജസ്റ്റ് ഒന്ന് പോയി ഉറപ്പിച്ച് തരുള്ളൂ. ഇപ്പോൾ പെൺകുട്ടികളും അങ്ങോട്ട് പോകാറുണ്ട്, അതുകൊണ്ട് ഞാനും പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ പെണ്ണ് കാണലാണെങ്കിൽ പോലും ഒരുപാട് സാധനങ്ങൾ കൊണ്ട് വന്നേ, ഒരു 8-9 ഡ്രസ്സോളോ, പിന്നെന്താ ഒരുപാട് ജ്വല്ലറി കളക്ഷൻസും ചെരുപ്പും അങ്ങനെ ചപ്പൽ, അങ്ങനെ ഒരുപാട് സാധനം കൊണ്ടാണ് വന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷൂ ആക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഒരു ഇങ്ങനെ തന്നെ ഈ ഒരു ഇതിലിട്ട് കൊടുക്കുമ്പോൾ ഒരു രസമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡ് ഹാമ്പറാണല്ലോ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഹാമ്പറിൽ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഹാമ്പർ. ഞാൻ ഈ ഒരു ഗ്ലാസ് ടൈപ്പ് ഹാമ്പറാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. സോക്സും കൂടെ ഉണ്ട്, ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തിരികെക്കാം. ഷൂവിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഇത് മാത്രം ഞാൻ ഫ്ലവറുമാണ് വിചാരിച്ചത്, ഫ്ലവറും വെച്ച് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്നാലും അതിനൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ജെൻസിൻ്റെ അവിടേക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ സ്വീറ്റ്സും കാര്യങ്ങളൊന്നും വാങ്ങുമൊന്നുമില്ല, എന്തെങ്കിലും ജസ്റ്റ് ബേക്കറീസ് കാര്യങ്ങളൊക്കെ വാങ്ങുള്ളൂ. അപ്പോൾ ചെറിയൊരു പൊക്കയും കൂടെ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിൽ വെക്കാമെന്ന് വിചാരിക്കണം. നമുക്കത് വെച്ചിട്ട് നോക്കാം. സ്പേസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു ബൊക്കയും കൂടെ സെറ്റ് ചെയ്ത് അതിനകത്ത് വെക്കാം. നമുക്ക് ഷൂവിൻ്റെ ഹാമ്പറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞി ക്യൂട്ട് ബൊക്കയും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു സ്പേസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് ലോക്കാക്കാം. ഹാമ്പർ ബൊക്ക ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വലിയൊരു പണി ഇവിടെ കഴിഞ്ഞു. ഇനി ഓൾമോസ്റ്റ് എല്ലാ പണിയും ഞാൻ തീർത്തു. ഇനി സാധാരണ എല്ലാ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം രാത്രി 2 മണി 3 മണിക്കൊക്കെ ഉറങ്ങാം. ഇന്നലെ നൈറ്റോട് കൂടി ഞാൻ അമ്മയുടെ അച്ഛമ്മേൻ്റെ ഒക്കെ എല്ലാവരും സാരിയൊക്കെ ഡ്രാപ്പ് ചെയ്ത് വെച്ചു. എൻ്റെ ഡ്രസ്സ് സെറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെറ്റ് ചെയ്തു. ഇനി ഹാമ്പറും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഹാമ്പറും ഒക്കെ അതും സെറ്റ് ചെയ്തു. ഇനി സുഖമായിട്ട് കിടന്നു കഴിഞ്ഞ് രാവിലെ എണീറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ വലിയ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസിൽ കുറച്ച് പാക്കൊക്കെ ഇടാനുണ്ട്. എന്നിട്ട് പാക്കൊക്കെ ഇട്ട് കഴുകിയിട്ട് നിൽക്കുന്നോളാം. ഇത് അമ്മയും അച്ഛനെ കാണിച്ചു കൊടുക്കാം എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? എന്താക്കുക നമുക്ക് ഫേസിൽ നിന്ന് ഫുള്ള് ക്ലാസ് ആയിരുന്നു, പുറത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാണെങ്കിൽ മഴയില്ല വെയിലും ആയിരുന്നു, ഫുള്ള് ടാനായിട്ടിട്ട് നമുക്ക് ചെക്കനെ കാണാൻ പോകുന്നുണ്ട്. നമുക്കൊന്ന് ഫേസ് പാക്ക് ഇടാം. ടാനായിട്ട് ജസ്റ്റ് തൈര് കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ പാക്ക് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യും. എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. ചിലപ്പോൾ ഇതിനകത്തൊരു മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യും. തൈര് മിൽട്ടാണ് മിൽട്ടി സൂപ്പറാണ്. ടാനൊക്കെ പോയി കിട്ടും, ഒരു ചെറിയൊരു ഗ്ലോ ഇല്ലേ അത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മളൊരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. അത് മതി. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഓവർ ടൈം ഫേസിലേക്ക് ഇതിങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയാൽ അത് മതി. എന്നിട്ട് നമുക്കത് സ്ക്രബ് ചെയ്തിട്ട് ഇതാണ് കേട്ടോ നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സ്. നമ്മൾ ജസ്റ്റ് 2 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് മെറ്റീരിയൽ വാങ്ങി നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തതാണ്.
ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷൻ നമ്മളങ്ങനെ നേരത്തെ അറേഞ്ച് ചെയ്തൊരു ഫംഗ്ഷൻ ആയിരുന്നില്ല, പെട്ടെന്നുള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്, ഡിസൈൻ ചെയ്തെടുത്തതാണ്, നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്, നമ്മൾ തന്നെ സ്റ്റുഡിയോ നിന്ന്. ഇത് ഷോളായിട്ട് വെയർ ചെയ്യണമെന്ന് നോക്കണം. ജസ്റ്റ് സാരി പോലെ വെയർ ചെയ്യാനാണ് വിചാരിച്ചൊരു മോഡൽ പോലെ, അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. നല്ല മഴയാണ്, അതാണ് ഇത്ര സൗണ്ട് വരുന്നത്. ഏതാണ് വേറെ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് നമ്മളെ പണിയെല്ലാം നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഹെയർ ഇന്ന് വാഷ് ചെയ്തു കേട്ടോ. രാവിലെ ആകുമ്പോഴത്തേക്കും മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഡ്രൈ ആയില്ല. അപ്പോൾ ഞാൻ ഷാമ്പും കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് ഹെയർ ഓൾമോസ്റ്റ് ഒന്ന് ഹെയർ വെച്ചൊന്ന് ഡ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നാളേക്ക് ഹെയർ സ്റ്റൈൽ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല, നോക്കിയിട്ട് എന്താച്ചാൽ ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ ഇന്നത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളും തലേദിവസത്തെ എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളേക്ക് വലിയ പണിയൊന്നുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം പെണ്ണ് കാണലെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിനും നേരമില്ലാണ്ട് വീട്ടിലാണെങ്കിലും ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഒതുക്കി കിടക്കുമ്പോൾ തന്നെ 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുണ്ടാവരുതെന്ന് വെച്ചിട്ട് നമ്മൾ നേരത്തെ 2 ദിവസം മുന്നേ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ഇന്നത്തോടെ നമ്മുടെ ഹാമ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പം എന്താ പറയുക, സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്താ പറയുക ചെക്കൻ കാണൽ ഒരുക്കങ്ങൾ എന്ന് പറയണത്. ഇനി നമുക്ക് നാളെ കാണാൻ പോകുന്ന വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.